ഏതെങ്കിലും ഒരു വ്യക്തി സുബഹി നിസ്കാര ശേഷം ഈ 9 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല അവന്റെ തക്ദീറുകളെ മാറ്റിമറിക്കുന്നതാണ്, അവന്റെ വിധികളെ മാറ്റിമറിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതെങ്കിലും ഒരു വ്യക്തി സുബഹി നിസ്കാര ശേഷം ഈ 9 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല അവന്റെ മേലുള്ള തക്ദീറുകളെ മാറ്റിക്കളയുന്നതാണ്, അവന്റെ മേലുള്ള വിധികളെ എത്രയും പെട്ടെന്ന് മാറ്റിമറിക്കുന്നതാണ്. അവന്റെ മേൽ മഴ വർഷിക്കും പ്രകാരം നിഅമത്തും ബർക്കത്തും അല്ലാഹു തആല വർഷിപ്പിക്കുന്നതാണ്. അവന്റെ മേൽ അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. ശൈത്താന്റെ എല്ലാവിധ ശർറുകളെ തൊട്ടും എല്ലാവിധ എടങ്ങേറുകളെ തൊട്ടും അവന്റെ എല്ലാവിധ ശത്രുക്കളെ തൊട്ടും അവന്റെ മേൽ അല്ലാഹു തആലയുടെ കാരുണ്യവും സംരക്ഷണവും ഉണ്ടാവുന്നതാണ്. അവന്റെ എല്ലാവിധ ദുആകളും അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. ഏതാണ് ആ കാര്യങ്ങൾ? 9 കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സുബഹി നിസ്കാര ശേഷം നമ്മൾ ഉറങ്ങാൻ പാടില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ സുബഹി നിസ്കാര ശേഷമുള്ള സമയം എന്ന് പറയുന്നത് നമുക്കൊരുപാട് ഉപജീവന മാർഗം തുറന്ന് അല്ലാഹു തആല തുറന്നു തരുന്ന ഒരു സമയമാണ്. അഥവാ റിസ്ക് വിശാലമാക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് സുബഹി നിസ്കാര ശേഷം ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, പക്ഷേ അല്ലാഹു തആലയുടെ റിസ്കിന്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെടണം, റഹ്മത്തും ബർക്കത്തും നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. നേരത്തെ സുബഹിന്റെ സമയത്ത് എണീക്കാനും ഉറങ്ങാതിരിക്കാനും വേണ്ടി രാത്രി സമയങ്ങളിൽ നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സുബഹി നിസ്കാരത്തിന്റെ ഒരു അരമണിക്കൂർ മുമ്പോ 1 മണിക്കൂർ മുമ്പോ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം 1 പേജോ അല്ലെങ്കിൽ 2 പേജോ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി സുബഹി ബാങ്ക് വിളിച്ചാൽ നിസ്കാര ശേഷം നിങ്ങൾ കിടന്നുറങ്ങരുത്. നിങ്ങൾ അങ്ങനെ ഈ ശീലങ്ങൾ ശീലിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധം ബർക്കത്തുകൾ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുന്നതാണ്. എത്രത്തോളം ബർക്കത്തുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു, എത്രത്തോളം പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, സുബഹി നിസ്കാര ശേഷം ഉറങ്ങാൻ പാടില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഇനി നിങ്ങൾ സുബഹി നിസ്കാര ശേഷം ഒരു 2 പേജെങ്കിലും അല്ലെങ്കിൽ 1 പേജെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തഹജ്ജുദിനോ അല്ലെങ്കിൽ സുബഹി നിസ്കാര ശേഷമോ. അതിനുശേഷം നമ്മൾ എന്തൊരു ദുനിയാവിൽ എന്തൊരു കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ കിച്ചൺ വർക്കോ അല്ലെങ്കിൽ ഓഫീസ് വർക്കോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പഠിക്കുകയോ എന്ത് കാര്യമാണെങ്കിലും അതിനുശേഷം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല ഭയങ്കരമായിട്ടുള്ള ബർക്കത്തുകൾ നമുക്ക് അന്ന് ദിവസം മുഴുവനായിട്ടും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ സുബഹി നിസ്കാര ശേഷം ഒരു 100 വട്ടമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്നോ അല്ലെങ്കിൽ വെറും അസ്തഗ്ഫിറുല്ലാഹ് എന്നോ ഒരു 100 വട്ടമെങ്കിലും നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നാലാമത്തെ കാര്യം, നിങ്ങൾ സുബഹി നിസ്കാര ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു 100 വട്ടമെങ്കിലും സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്തോ അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ ഒരു 100 വട്ടം നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു 10 വട്ടമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ സുബഹി നിസ്കാര ശേഷം ഒരു 100 വട്ടം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലുക. ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുകയാണ്. ഈ ദിക്ർ എന്ന് പറയുന്നത് അത്രക്കും പവർഫുൾ ആയിട്ടുള്ളൊരു ദിക്റാണ്. സ്വർഗത്തിലെ ഖജനാവില്ലേ, ഖജനാവ് വരെ അല്ലാഹു തആല നമുക്ക് വേണ്ടിയിട്ട് അത്ര വലിയ വലിയ ഖജനാവുകൾ നമുക്ക് തുറന്നു തരും. അല്ലാഹു തആലയുടെ കയ്യിൽ എടുത്താ പൊന്താത്തോളം എന്തുണ്ട്, ഖജനാവ് വിശാലമാണ് അല്ലാഹുവിൻ്റെ കയ്യിലുള്ളത്. അല്ലാഹു തആല നമ്മളുടെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കിത്തരാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണിത്. തീർച്ചയായിട്ടും 100 വട്ടം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആറാമത്തെ കാര്യം, നിങ്ങൾ സുബഹി നിസ്കാര ശേഷം ഈ കലിമ ഒരു 10 വട്ടമോ അല്ലെങ്കിൽ ഒരു 100 വട്ടമോ ചൊല്ലാവുന്നതാണ്. ഇതിന്റെ മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയാനൊന്നുമില്ല. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ഷഹാദത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏതെങ്കിലും ഒരു വ്യക്തി ഈ കലിമ സുബഹി നിസ്കാര ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന്റെ സമയത്തോ ചൊല്ലുകയാണെങ്കിൽ ഒരു ശർറിനും ഒരു സിഹ്റിനും ഒരു കണ്ണേറിനും നമ്മളെ തൊടാൻ സാധിക്കൂല. ഒരു പവർഫുൾ ആയിട്ടുള്ള സാധനത്തിനും നമ്മളെ തൊടാൻ സാധിക്കൂല. അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും നമ്മളെ ഉപദ്രവിക്കാനോ തൊടാനോ സാധിക്കൂല. അത്രക്കും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സിഹ്ർ ചെയ്യുന്നവർ ചെയ്ത് മടുക്കും. എന്താണ് നമ്മൾ ചെയ്തിട്ട് അവൻ കേൾക്കാത്തത് എന്ന് ആലോചിച്ചിട്ട് ആകെ കുഴങ്ങി വഷളാകും. തീർച്ചയായിട്ടും ഒരു 100 വട്ടം അല്ലെങ്കിൽ ഒരു 10 വട്ടമോ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഏഴാമത്തെ കാര്യം, നിങ്ങളൊരു കാര്യം, ദുനിയാവിലൊരു കാര്യം, അടുക്കള ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, കച്ചവടമായിക്കോട്ടെ, എക്സാമിനുള്ള തയ്യാറെടുപ്പായിക്കോട്ടെ, എന്തൊരു കാര്യമായിക്കോട്ടെ, മേൽപ്പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിലും പരാജയപ്പെടൂല. നിങ്ങൾക്കും വിജയം മുന്നോട്ട് തന്നെ ആയിരിക്കും. ആർക്കും നിങ്ങളെ തോൽപ്പിക്കുവാനോ പരാജയപ്പെടുത്താനോ നിങ്ങൾക്ക് സാധിക്കൂല. അപ്പോൾ നിങ്ങൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ദുനിയാവിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
നിങ്ങളെ കാര്യങ്ങളെല്ലാം എളുപ്പമാവും, ഒരു പ്രയാസവും ഒരു തടസ്സവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിലും വിജയം ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ദുനിയാവിയായ കാര്യങ്ങളെല്ലാം സുബഹി നിസ്കാര ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 8ാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കാര്യം തൻ്റെ സ്വതക്ക കൊണ്ട് അന്നത്തെ ദിവസം തുടങ്ങുകയാണെങ്കിൽ അവനിൽ അല്ലാഹു തആല അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് സ്വതക്ക ചെയ്തുകൊണ്ട് ഒരു ദിവസം തുടങ്ങുക എന്ന് പറഞ്ഞാൽ. സ്വതക്ക കൊടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ നമ്മൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം മനസ്സിൽ നിയത്താക്കിയിട്ട്, ഹലാലായത് നിയത്താക്കിയിട്ട് നമ്മൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു തആല തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. സ്വതക്ക എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലടുത്ത് ഒരു കിളിക്ക് ഒരു വെള്ളമോ അല്ലെങ്കിൽ ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ പൂച്ചക്കോ നമ്മുടെ ചുറ്റുപാടുമുള്ള മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ എല്ലാം സ്വതക്കയാണ്, എല്ലാം സ്വതക്കയാണ്. ഈ പക്ഷികൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണരുന്നതിനേ മുമ്പ് ഉണരുന്ന ആൾക്കാരാണ്. അത് മാത്രമല്ല അവരുടെ സൗണ്ടുകൾ കേട്ടിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ എണീക്കുക. അപ്പോൾ നമ്മൾ അവർക്ക് ചെയ്യുന്നത് പോലും എന്താണ്, സ്വതക്കയാണ്. മനസ്സിലായില്ല? അപ്പോൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ സുബഹി നിസ്കാര ശേഷം പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു സ്വതക്ക ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മളുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കും. ഒന്ന് നിയത്താക്കിയിട്ട് എന്താ വെച്ചാൽ സ്വതക്ക അല്ലാഹുവേ ഒരു ഉദ്ദേശം മനസ്സിൽ വെക്കുക, നല്ല നിയത്തോടു കൂടി സ്വതക്ക ചെയ്താൽ അല്ലാഹു തആല നിങ്ങളുടെ ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. സ്വീകരിക്കട്ടെ, ആമീൻ. ഇനി 9ാമത്തെ കാര്യം, സുബഹി നിസ്കാര ശേഷം സുബഹി നിസ്കാരാനന്തരം എന്താണ്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു 25 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹാ നിസ്കാരം ഒരു 2 റക്അത്തോ ഒരു 4 റക്അത്തോ ഒരു വ്യക്തി നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ 360 സന്ധികളുണ്ട്. അപ്പോൾ ഈ 360 സന്ധികൾക്കും ഒരു ദിവസം വ്യക്തിക്ക് ദാനം ചെയ്യൽ ബാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 റക്അത്തോ അല്ലെങ്കിൽ 4 റക്അത്തോ ളുഹാ നിസ്കരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ 360 സന്ധികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് സ്വതക്ക ചെയ്ത് കഴിഞ്ഞു. അത്രക്കും പവർഫുള്ളാണ്. മാത്രമല്ല ഈ ളുഹാ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല പെട്ടെന്ന് നമ്മുടെ ദുആ സ്വീകരിക്കുകയും ചെയ്യും. സ്വതക്ക ചെയ്യാൻ കഴിവില്ലാത്തവർ ഈ ഒരു അമൽ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ സുബഹിൻ്റെ സമയത്ത് തന്നെ ളുഹാ നിസ്കരിച്ചിട്ട് പിന്നെ നമുക്ക് ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ പോകാമല്ലോ, പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ 360 സന്ധികൾക്ക് വേണ്ടി നമ്മളെന്താക്കി സ്വതക്ക ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്വതക്ക ചെയ്യാൻ കഴിയാത്തവരൊക്കെ ഈ അമലുകൾ ചെയ്യുക. തീർച്ചയായിട്ടും ഈ അമലുകളെല്ലാം അല്ലാഹു തആല നമുക്ക് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്താൻ മറക്കരുത്, ആമീൻ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.